അഡോബി ഫോട്ടോഷോപ്പിലെ 3rd ചാപ്റ്ററിലെ 4th ടോപ്പിക് ലിങ്കിങ് ലേയേഴ്സ്. നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് ലേയേഴ്സ് എങ്ങനെ ലിങ്ക് ചെയ്യും എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് ടൂൾ എടുത്തിട്ട് ഇവിടെ ഒരു വര വരയ്ക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ കളറ് യെല്ലോ ആക്കിയിട്ട് അടുത്ത വര വരയ്ക്കുകയാണ്. നമുക്ക് ഒരു ലെയർ കൂടെ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ കളർ ഒരു ഓറഞ്ച് കൊടുത്തിട്ട് ഒരു വരയും കൂടി വരയ്ക്കുകയാണ്. ഇത് മൂന്നും ഇപ്പോൾ 3 സെപ്പറേറ്റ് ലെയർ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഈ 3 ലെയറും ഒരുമിച്ച് നീക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലെയറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിൽ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് അടുത്ത ലെയറിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 2 ലെയറും അറ്റ് എ ടൈം സെലക്റ്റഡ് ആയി. മൂന്നാമത്തേൽ ക്ലിക്ക് ചെയ്താൽ മൂന്നാമത്തെയും സെലക്റ്റഡ് ആയി. ഇനി നമ്മളിവിടെ വന്നിട്ട് ഇത് നമുക്ക് അതായത് മൂവ് ടൂൾ എടുത്തിട്ട് നമുക്കിത് നീക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൂന്നും ഒരുമിച്ചായിരിക്കും നീങ്ങുക. കണ്ടോ? അതായത് ഒറ്റ ലെയറിലാണ് നീങ്ങുക, അതിന് പകരം സെലക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ലെയറും ഒരുമിച്ച് നീങ്ങും. പക്ഷേ നമ്മൾ ഇനി ഏതെങ്കിലും ഒരു ലെയറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതവിടെ നിന്ന് എല്ലാം സെലക്റ്റഡ് ആയിരുന്നത് മാറി ഇനി നമ്മൾ മൂവ് ചെയ്യിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ലെവൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. സോ എല്ലാ സമയത്തും നമുക്ക് ഈ ഒരു 3 ലെയറും ഒരുമിച്ചാണ് മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഇത് മൂന്നും ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട്. എന്നിട്ട് ഇവിടെ താഴെ ഈ ഒരു ചെയിൻ്റെ പോലത്തെ ഐക്കൺ കണ്ടോ? ഇത് ലെയേഴ്സ് ലിങ്ക് ചെയ്യിക്കാനുള്ള ഐക്കണാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ലെയേഴ്സും ലിങ്ക്ഡായി. അതായത് നമുക്കിനി ഒരെണ്ണം നീക്കിക്കഴിഞ്ഞാൽ മറ്റതും അതിൻ്റെ കൂടെ തന്നെ നീങ്ങും. അതായത് ഇതിൻ്റെ പൊസിഷൻ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടായിരിക്കും ഇരിക്കുക. ഇത് മൂന്നും ഒരുമിച്ച് മൂവ് ചെയ്യുള്ളൂ. ഇത് നമുക്ക് അൺലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ അൺലിങ്ക് ആവും, വീണ്ടും ക്ലിക്ക് ചെയ്താൽ ലിങ്ക് ആവും. അതേപോലെ ഇതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെയറിൻ്റെ മുകളിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായിട്ട് ലിങ്ക്ഡ് ആയി കിടക്കുന്ന കംപ്ലീറ്റ് ലെയേഴ്സിൻ്റെയും ഈ ഒരു ഐക്കൺ വെച്ച് അവിടെ കാണിക്കും. ഇത് നമുക്ക് അൺലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം അൺലിങ്ക് ആയി, ബാക്കി രണ്ടും ലിങ്ക്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും മൂവ് ചെയ്യും, നമ്മൾ അൺലിങ്ക് ചെയ്ത ലെയർ മൂവ് ചെയ്യില്ല. ഇനി ഈ ഒരു സാധനം നമുക്ക് ഇവിടെ വന്നിട്ടല്ല, ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താലും ഇവിടെ ലെയർ അൺലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇത് രണ്ടും നമ്മൾ ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഏതെങ്കിലും ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ലിങ്ക്ഡ് ലെയേഴ്സ് എന്ന് പറഞ്ഞുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെയറിനോട് ലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്ന കംപ്ലീറ്റ് ലെയേഴ്സും അവർ സെലക്ട് ചെയ്യും. കണ്ടോ? ഇപ്പോൾ ഇത് രണ്ടുമാണ് ലിങ്ക്ഡ് ആയിട്ട് കിടന്നിരുന്നത്, അത് രണ്ടും സെലക്ട് ചെയ്തു. നമുക്ക് ഇതൂടെ ലിങ്ക് ചെയ്യാം. ഇനി നമ്മൾ ഇതിൽ വെച്ചിട്ട് സെലക്ട് ലിങ്ക്ഡ് ലെയർ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മൂന്നും സെലക്റ്റഡ് ആയി. അപ്പോൾ ഇതിനാണ് ലിങ്കിങ് യൂസ് ചെയ്യുന്നത്.